CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിലെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെ കരാറിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ പ്രതിരോധ നിരയിലെ വൻമതിലായ ഹോർമിപ്പാം റൂയിവയെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിന് വലിയൊരു ഊർജ്ജം നൽകുന്ന ഒരു താരമാണ് ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസ്. നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 15 മത്സരങ്ങളിൽ നിന്നും 12 ഗോളുകളും 3 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുള്ള ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് ആണ് ഗോൾഡൻ ബൂട്ട് റേസിലെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം കൂടിയാണ് ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് എന്ന സൂപ്പർ താരം. നമുക്കറിയാം പണ്ടൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഉറുഗ്വൻ മധ്യനിര സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണയായിരുന്നു. ലൂണക്ക് പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ തന്റെ തോളിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് ആയിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ചെറിയ രീതിയിലൊക്കെ സങ്കടത്തിലാക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി അവസാനിക്കുകയാണ്. താരവുമായുള്ള ക്ലബിന്റെ കരാർ വിപുലീകരിക്കുന്ന ചർച്ചകൾ നിലവിൽ പുരോഗതി കാണിക്കുന്നില്ല എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ദിമിത്രിയോസിന്റെ കരാർ പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലബ്ബ് വിടാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. ഇത് കൂടാതെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC മാത്രമല്ല ദിമിത്രിയോസിന് മുന്നിൽ ഓഫറുകൾ വെച്ചിട്ടുള്ളത്. ISLലെ തന്നെ മറ്റു വമ്പൻ ടീമുകളും ദിമിത്രിയോസിന് മുന്നിൽ ഓഫറുകൾ വെച്ചിട്ടുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ISLലെ തന്നെ 4 ക്ലബ്ബുകൾ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന് ഓഫറുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാൾ FC ഗോവ, മുംബൈ സിറ്റി FC കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നീ ടീമുകളാണ് നിലവിൽ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന് ഓഫറുകൾ നൽകിയിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഓഫർ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് സ്വീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്രതിരോധ നിരയിൽ മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഹോർമിപ്പാം റൂയിവ എന്ന സൂപ്പർ താരത്തെ കുറിച്ചാണ്. നമുക്കറിയാം കുറെ അധികം ദിവസങ്ങളായി ഹോർമിപ്പാം കേരള ബ്ലാസ്റ്റേഴ്സ് FC വിടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നു. മാർക്കോ ലെസ്കോവിച്ചിന്റെയും ഹോർമിപ്പാമ്പിന്റെയും പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ മാർക്കോ ലെസ്കോവിച്ചിന്റെയും മിലോസ് ഡ്രിൻസിച്ചിന്റെയും ആധിപത്യമാണ് നമുക്ക് പ്രതിരോധ നിരയിൽ കാണാൻ സാധിക്കുക. ഏതായാലും നിലവിൽ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു ഇൻസ്റ്റഗ്രാം പേജ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ISLലെ തന്നെ ഒരു വമ്പൻ ടീമായ ചെന്നൈയിൻ FC ഹോർമിപ്പാം റൂയിവ എന്ന സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മാർക്കസ് മൊർഗുലോ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഹോർമിപ്പാം റൂയിവയെ ഒരു കാരണവശാലും ബ്ലാസ്റ്റേഴ്സ് വിൽക്കില്ല എന്നത്. അതുകൊണ്ട് തന്നെ ഹോർമിപ്പാം ചെന്നൈയിൻ FCയിലേക്ക് പോവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന 89% ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.